ഹായ് ഗായ്സ്, ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് ഈ കാണുന്ന റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഗോൾഡൻ സിറം ആണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഈ ഒരു സിറം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം ഫെയ്ഡ് ഔട്ട് ആയിട്ട് നിങ്ങളുടെ സ്കിന്ന് നാൾക്കുനാൾ ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നല്ലൊരു ഗ്ലോയിങ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. വെറുതെ പറയുന്നതല്ല, ഒരു 3-4 ദിവസം കൊണ്ട് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു സിറം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 1 വീക്കിനുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതിയാകും കേട്ടോ. പുറത്ത് തന്നെ ധൈര്യമായിട്ട് വെക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്ലീൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിറത്തിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ നോർമലി ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയുള്ള റോസ് വാട്ടറാണ്. ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്റ്റീമിംഗ് മെത്തേഡിലാണ് ഈ ഒരു റോസ് വാട്ടർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഈ കാണുന്ന ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണാണ് ഈ ഒരു റോസ് വാട്ടർ നമ്മൾ ചേർത്തിരിക്കുന്നത്, ഹോം മെയ്ഡ് റോസ് വാട്ടർ. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സാഫ്രോൺ ആണ്. നമ്മുടെ കുങ്കുമപ്പ് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൈൻ ചെയ്യാനായിട്ടും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ടൊക്കെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു അളവിൽ ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമ്മളിത് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് അടച്ച് വയ്ക്കുക. ആ ഒരു കുങ്കുമപ്പൂടെ കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റും നമ്മുടെ ആ റോസ് വാട്ടറിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ഇതപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനടുത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ 1 ടേബിൾ സ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ആവാം കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതിയാവും. ഡ്രൈ ടു നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഗൈസ്, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ സിറം തയ്യാറാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ വെറും സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമുക്കിത് അടിപൊളി റിസൾട്ടാണ് തരുന്നത്. നമുക്കൊരു 3-4 ദിവസം കൊണ്ട് ആ ഒരു മാറ്റം നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലത്തെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും എല്ലാം ഫെയ്ഡ് ഔട്ട് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ലൈറ്റൈൻ ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഡെയിലി 2 നേരം വീതം വേണം ഇത് ചെയ്തു വരാനായിട്ട്. രാവിലെയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്ത് ലീവ് ചെയ്യാണ്, കഴുകിക്കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഡെയിലി 2 നേരം വീതം ഈ രീതിക്ക് നിങ്ങളൊരു 2 വീക്സ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി അമേസിങ് റിസൾട്ടായിരിക്കും. കാണുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല, ഇത് പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിറം ഉണ്ടാക്കിയ പാട് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ ഒരു കൂട്ട് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. എന്നതിന് ശേഷം വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇത് എത്ര വയസ്സ് മുതൽക്കവർക്ക് ഉപയോഗിച്ച് തുടങ്ങാമെന്നുള്ളത് നോക്കാം. ഏകദേശം ഒരു 12-13 വയസ്സ് മുതൽക്കുള്ള ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. 2 നേരം വീതം കേട്ടോ, രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും നമ്മളിത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഗൈസ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയിൽ വന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.